ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ സ്പെഷ്യലായ തേങ്ങാച്ചോറാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. എൻ്റെ ഇഷ്ടഭക്ഷണങ്ങളിൽ ഒരു ഭക്ഷണമാണ് ഇത്. ഇതിലേക്കായി 1.5 കിലോ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയ ഉള്ളി, തേങ്ങ ചിരവിയത്, ആവശ്യത്തിലുള്ള ഉപ്പ്, ഉലുവ എന്നിവ ചേർത്ത് നന്നായി ജോയിൻ ചെയ്യുക. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഹൈലൈറ്റ്. നന്നായി ജോയിൻ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് വിറകടുപ്പിലാണ് കേട്ടോ അത് വെച്ചിട്ടുള്ളത്. ഇത് നമ്മളെ ഗ്യാസിമെന്നല്ല. അത്യാവശ്യം വെള്ളം ചേർത്ത് പറഞ്ഞാൽ അരിയുടെ മുകളിൽ എത്ര കട്ടി അരി ഉണ്ടോ അതിൻ്റെ അത്രയും കട്ടിയിൽ വെള്ളം ചേർത്ത് ഒരു അടുപ്പിൻ്റെ മുകളിൽ വെച്ചാൽ അത് നമ്മൾ അത്യാവശ്യം നമ്മളെ നല്ല ഹൈ ഇതിൽ തന്നെ കത്തണം, നല്ല വിറക് വെച്ചിട്ട്. ഇടയ്ക്കൊക്കെ നമുക്ക് ഇതൊന്ന് എടുത്തിട്ട് ഇളക്കി നോക്കണം, അടി പിടിക്കാതെ നോക്കണം. അങ്ങനെ കുറച്ച് സമയം അങ്ങനെ വെക്കണം. അടുപ്പിൻ്റെ അടിയിലൊക്കെ കാണുന്നത് ഈ കുടംപുളിയാണ് കേട്ടോ. അത് മഴക്കാലമാകൊണ്ടേ ഉണക്കാൻ മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല, അതാണ് കുടംപുളി കാണുന്നത്. അതിൽ ഉണ്ടായിരുന്ന വെള്ളം വറ്റി തുടങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ദമ്മിനിടാം. നമ്മൾ വാഴയില വെച്ചിട്ട് ദമ്മിനിടുന്ന രൂപമാണ് കാണിക്കുന്നത്. നല്ല കണൽ കോരിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ടാൽ അടിയിലും മുകളിലും ഒരേമാതിരി ചൂട് കിട്ടും. അതുകൊണ്ട് ഒന്ന് നല്ല ദമ്മായി കിട്ടും. ഫുഡ് നല്ല ടേസ്റ്റായിരിക്കും. ഒരു പഴഞ്ചൻ രീതിയാണിത്. എന്നാലും ഇത് അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ശരിയായ രൂപമാവുക. അങ്ങനെ നമ്മുടെ ചോറ് നല്ല ദമ്മായിട്ട് അങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ഇതിലേക്ക് കറിക്കായി ഒരു കിലോ ബീഫ് ഞാൻ ഇവിടെ കരുതിയിട്ടുണ്ട്. 1 കിലോ. അതെല്ലാം ക്ലിയറാക്കി, വിശദമായിട്ട് പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. അതെല്ലാം ക്ലിയറാക്കി അതിലേക്ക് സ്പെഷ്യലായി കൊണ്ട് നമ്മൾ കുമ്പളങ്ങ, നല്ല മൂത്ത കുമ്പളങ്ങ കേട്ടോ, അതൊരു ടേസ്റ്റ് വേറെയാണ്. അത് അതിലേക്ക് വേണം. ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറുള്ളി എന്നിവ ചതച്ചത് അതിലേക്ക് ഇടുക. പിന്നെ അതിൽ ചേർക്കേണ്ട പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, വലിയ ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ അതിലേക്ക് മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില. പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിൻ്റെ ശേഷം അത് നന്നായി യോജിപ്പിക്കണം. അത് പിന്നെ എല്ലാവർക്കും അത് അറിയാമല്ലോ, അതിനായിട്ട് വിശദമായിട്ട് പറയേണ്ട കാര്യമില്ല. നന്നായി യോജിപ്പിൻ്റെ ശേഷം മസാലപ്പൊടികൾ എല്ലായിടത്തും എത്തണം, നന്നായിട്ട് യോജിപ്പിക്കണം. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ളത്. നന്നായി യോജിപ്പിച്ച് വന്നതിൻ്റെ ശേഷം അത് നമുക്കൊരു കുക്കറിൽ വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം അത് നമുക്ക് കുക്കറിൽ വെക്കാം. കുക്കർ നേരെ അടച്ച് വെച്ച് അത് നമുക്ക് ഒരു സ്റ്റൗവിൽ വെക്കാം. ബീഫ് നല്ലവണ്ണം വേവണം കേട്ടോ. ഒരു 5-8 വിസിലടിക്കുന്നത് വരെ നമ്മൾ സ്റ്റൗവിൽ വെച്ചിരിക്കണം. ഇനി നമ്മളുടെ തേങ്ങാച്ചോറിൻ്റെ സ്ഥിതി എന്താണെന്ന് നോക്കാം. തേങ്ങാച്ചോറൊക്കെ നല്ല ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വിളമ്പാം, സെർവ് ചെയ്യാം. തേങ്ങാച്ചോറൊക്കെ നല്ല മണമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല മണമുണ്ട്, കഴിക്കാൻ പറ്റുന്ന. വിളമ്പി നമുക്ക് പിന്നെ അത് പ്ലേറ്റിലേക്കോ
വാഴയുടെ ഇലയിലേക്കോ നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് നമുക്ക് കഴിക്കാം. നമ്മുടെ ബീഫിൻ്റെ സ്ഥിതി അത് നോക്കുക. ബീഫ് വളരെ ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്, നല്ല വെന്ത് ക്ലിയറായിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഇനി അതൊന്ന് കഴിച്ച് നോക്കാം. എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി പിന്നെ അതൊന്ന് കഴിച്ച് നോക്കണം. ഈ മഴക്കാലമൊക്കെ അല്ലേ, നല്ല തണുത്ത ഉള്ള ടൈമിൽ തേങ്ങാച്ചോറും നാടൻ കോഴിയും അത് നല്ല കഴിച്ച് രാത്രി ഉറങ്ങിയാൽ നല്ല വിയർത്ത് ഇങ്ങനെ കുളിച്ച് നമുക്ക് ഇങ്ങനെ കിടക്കാം നല്ല തണുപ്പുള്ള ദിവസങ്ങളിൽ. അതാണ് അതിൻ്റെ ഒരു നല്ലൊരു രീതി. ഇപ്പോൾ തേങ്ങാച്ചോറും ബീഫും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനി നമുക്കതിലേക്ക് വേണ്ടത് പപ്പടമാണ്. പഴഞ്ചൻ രീതി തന്നെയാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ശരിയായ പഴയ ആളുകളൊക്കെ കഴിച്ചിരുന്ന രൂപം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഫുഡ് കഴിച്ച് അതിൻ്റെ റിസൾട്ട് ഉഷാറായിട്ടുണ്ട് കേട്ടോ, അതാണ് പറയുന്നത്. ഓക്കെ, പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതായിരിക്കും.